إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منهما رجالا كثيرا ونساء. اتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, ഇന്ന് പുതിയ ഒരു അധ്യായം നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. ഖുർആനിലെ 50-ാമത്തെ അധ്യായമായ സൂറത്തു ഖാഫ്, ഈ അധ്യായമാണ് നാം അതിനു വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ളത്. എന്തുകൊണ്ട് സൂറത്തു ഖാഫ് നമ്മൾ തിരഞ്ഞെടുത്തു? അക്കാര്യത്തെക്കുറിച്ച് ഒരു ചെറിയ സൂചന മാത്രം പറയാം. അതിന്റെ ഉള്ളടക്കത്തിന്റെ സവിശേഷത അത് തന്നെയാണ് മറ്റു അധ്യായങ്ങളെ അപേക്ഷിച്ച് സൂറത്തു ഖാഫ് നമ്മുടെ പഠനത്തിൽ ആദ്യമായി കൊണ്ടുവരാനുള്ള കാരണം. അത് തുടർന്നുള്ള ക്ലാസ്സുകളിൽ അതിലെ ഓരോ സൂക്തങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഉമ്മു ഹിഷാം റളിയല്ലാഹു അൻഹ പറയുന്നത്, മാ ഹഫിൾതു സൂറത ഖാഫ് ഇല്ലാ മിൻ ഫീ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ സൂറത്തു ഖാഫ് മനപ്പാഠമാക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിൽ നിന്നല്ലാതെ മറ്റ് ഒരിടത്തു നിന്നുമല്ല. കാന യഖ്റഉഹാ യൗമൽ ജുമുഅത്തി അലൽ മിൻബരി ഇദാ ഖതബൻ നാസ്. വെള്ളിയാഴ്ച ദിവസം ജനങ്ങൾക്ക് ഖുതുബ നിർവഹിക്കുമ്പോൾ മിമ്പറിൽ വെച്ചുകൊണ്ട് അവിടുന്ന് ആ അധ്യായം പാരായണം ചെയ്യാറുണ്ടായിരുന്നു. ആ പാരായണം കേട്ടാണ് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിൽ നിന്ന് നേരിട്ട് സൂറത്തു ഖാഫ് മനപ്പാഠമാക്കിയത് എന്നാണ് പ്രശസ്ത സ്വഹാബി വനിതയായ ഉമ്മു ഹിഷാം റളിയല്ലാഹു അൻഹ വിശദീകരിച്ചിട്ടുള്ളത്. ഇതിൽ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ പതിയാനുണ്ട്. ഒന്ന്, മിമ്പറുകൾ നമ്മൾ ഇന്ന് ഉപയോഗപ്പെടുത്തുന്ന രൂപത്തിലായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും അതുപോലെ തന്നെ ഉത്തരാധികാരികളായ ഖുലഫാക്കളുടെ കാലത്തും ഉപയോഗിച്ചിരുന്നത്. ഇന്ന് ദീർഘമായി പ്രസംഗിക്കാനും
അനാവശ്യമായ വിഷയങ്ങൾ ചർച്ച ചെയ്യാനും മിമ്പറുകൾ ദുരുപയോഗം ചെയ്യുകയാണ്. അതേ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്, ഖുലഫാക്കളുടെ കാലത്ത് മിമ്പറുകൾ ഉപയോഗിച്ചിരുന്നത് ഖുർആൻ പാരായണം ചെയ്യാൻ, ജനങ്ങളെ ഉത്ബോധനം നടത്താൻ ഈ രണ്ട് കാര്യങ്ങളാണ്. യഖറഉൽ ഖുർആന വയുദക്കിറുൻ നാസ്, ഖുർആൻ പാരായണം ചെയ്യും. ആ പാരായണം ചെയ്യുന്ന വചനങ്ങളിലുള്ള കാര്യങ്ങളിലൂടെ അവരെ ഉത്ബോധിപ്പിക്കും, അവരെ ഉണർത്തും. ഉണർത്തുന്നത്, ഉത്ബോധിപ്പിക്കുന്നത് അവരുടെ ജീവിത ലക്ഷ്യത്തെ, ജീവിത ദൗത്യത്തെ സംബന്ധിച്ചാണ്. അങ്ങനെ പാരായണം ചെയ്യാനും ചുരുങ്ങിയ സമയത്തിൽ പാരായണം ചെയ്ത് തീർക്കാൻ പറ്റിയ ഒരു അധ്യായമാണ് മനുഷ്യന്റെ ജീവിത ലക്ഷ്യത്തെയും ദൗത്യത്തെയും സംബന്ധിച്ച് അവനെ അടിക്കടി ഉണർത്താൻ പറ്റുന്ന ഉള്ളടക്കമാണ് അതിലുള്ളത്. അതുകൊണ്ടാണ് ഈ അധ്യായം നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇതിന്റെ തഫ്സീർ നമ്മൾ പരിശോധിക്കുന്നത് ഇമാം സഅദി റഹിമഹുല്ലയുടെ തഫ്സീറാണ് നമ്മൾ പരിശോധിക്കുന്നത്. സൂറത്തുൽ അലഖ് അത് അവസാനിച്ചപ്പോഴും സഅദി സൂറത്തുൽ അലഖിന് നൽകിയിട്ടുള്ള തഫ്സീറിലൂടെ നമ്മൾ പെട്ടെന്നൊന്ന് കടന്നുപോയി. അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ വിട്ടുപോയ ഒരു കാര്യം ഇവിടെ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു ഇമാമിന്റെയോ അല്ലെങ്കിൽ ആലിമിന്റെയോ ഒരു കൃതി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് അറിവ് നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ ആരാണ് ആ വ്യക്തി എന്നൊന്ന് മനസ്സിലാക്കുകയും അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ള നമ്മുടെ ഒരു ബാധ്യത നമ്മൾ നിറവേറ്റുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. അത് മിൻ ഹുസ്നിൽ അദബ്, അറിവിനോടും അറിവുള്ള ആളുകളോടും നമ്മൾ പുലർത്തേണ്ട, നിർബന്ധമായും പാലിച്ചിരിക്കേണ്ട മര്യാദകളിൽപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആരാണ് സഅദി റഹിമഹുല്ലാ എന്ന കാര്യം ചെറിയ വാക്കിലൊന്ന് പരിചയപ്പെടുത്താം. അദ്ദേഹം അശ്ശൈഖ് അൽ അല്ലാമ അബു അബ്ദില്ല അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഅദി. അദ്ദേഹത്തിന്റെ കുഞ്ഞത്ത് അബു അബ്ദില്ല എന്നാണ്. ഞാൻ കുഞ്ഞത്ത് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമായിരിക്കും ആവണം. ഇസ്ലാമിക സമ്പ്രദായത്തിൽ, അതുപോലെ തന്നെ അറബികളുടെ സമ്പ്രദായത്തിൽ കുഞ്ഞത്തിന് വലിയ പ്രാധാന്യമാണുള്ളത്. അപ്പൊ പേരില് അവർക്ക് അവരുടെ മാതാപിതാക്കൾ നൽകിയ പേരിന് പുറമെ ഓരോ വ്യക്തിയും അവർക്ക് കുഞ്ഞത്ത് കണ്ടെത്താറുണ്ട്. അത് മിക്കപ്പോഴും അവരുടെ ആദ്യത്തെ മകനിലേക്ക് ചേർത്തിട്ടാ പറയാ. അങ്ങനെ ഇദ്ദേഹത്തിന്റെ കുഞ്ഞത്ത് അബു അബ്ദില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് നൽകപ്പെട്ടിട്ടുള്ള പേര്, ഗിവൺ നെയിം, അബ്ദുറഹ്മാൻ എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരാണ് നാസുർ, അബ്ദുറഹ്മാൻ ഇബ്നു നാസുർ. നാസുറിന്റെ പുത്രനായ അബ്ദുറഹ്മാൻ ഇബ്നു നാസുർ അസ്സഅദി. ചുരുക്കത്തിൽ അദ്ദേഹത്തെ കുറിച്ച് പറയാ ഇബ്നു സഅദി എന്നാണ്. അദ്ദേഹം ജനിച്ചത് ഉനൈസ എന്ന് പറയുന്ന പ്രദേശത്താണ്. ഉനൈസ എന്ന് പറഞ്ഞാൽ ഖസീം, റിയാദിൽ നിന്ന് കുറച്ചും കൂടി ഉള്ളിലുള്ള പ്രദേശമാണ് ഖസീം. ഖസീമിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ചെറിയ ടൗൺ ആണ് ഉനൈസ. അവിടെ അദ്ദേഹം ജനിച്ചു വളർന്നത് ഹിജ്റ വർഷം 1307 അദ്ദേഹത്തിന്റെ ജനനം. അഥവാ ക്രിസ്തു വർഷത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ 1889. അദ്ദേഹം വളർന്നു വന്നത് ഒരു യത്തീമായിട്ടാണ്. പിതാവ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ മരണപ്പെട്ടു. അതുകൊണ്ട് അദ്ദേഹം വളർന്നു വന്നത് ഒരു യത്തീമായിട്ടാണ് എന്നർത്ഥം. പക്ഷെ അദ്ദേഹം വളരെ
മാന്യവും ഉദാത്തവുമായ നിലക്കാണ് അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. നല്ല കുശാഗ്ര ബുദ്ധിയുള്ള ഒരാളാണ്. അതുപോലെ തന്നെ അറിവ് നേടാനുള്ള അതിയായ ആഗ്രഹവും മോഹവുമുള്ള വ്യക്തിയാണ്. 11 വയസ്സ് തികയുമ്പോൾ അദ്ദേഹത്തിന് ഖുർആൻ മനപ്പാടായിരുന്നു. പിന്നെ ഉനൈസയിലും ഖസീമിലുമൊക്കെയുള്ള ആ നാട്ടിലുള്ള ഉലമാക്കളിൽ നിന്ന് കിട്ടാവുന്ന അറിവുകളെല്ലാം അദ്ദേഹം പഠിച്ചു മനസ്സിലാക്കി. അല്ലെങ്കിൽ ഉനൈസ അല്ലെങ്കിൽ ഖസീം പോലെയുള്ള സ്ഥലത്തേക്ക് മറ്റ് നാടുകളിൽ നിന്ന് വരുന്ന ഉലമാക്കളുണ്ടെങ്കിൽ അവരെയും അദ്ദേഹം വിടാതെ കൂടി. അവിടുത്തുകാരായ ഉലമാക്കളിൽ നിന്നും അവിടത്തേക്ക് വരുന്ന ഉലമാക്കളിൽ നിന്നും അദ്ദേഹം അറിവ് സ്വീകരിച്ചു. അങ്ങനെ ഏതാണ്ട് എല്ലാ ഫന്നുകളിലും എല്ലാ വിജ്ഞാന ശാഖകളിലും മോശമല്ലാത്ത നല്ല ഒരു അറിവ് അദ്ദേഹത്തിന് കരസ്ഥമാക്കാൻ സാധിച്ചു. ഏതാണ്ട് 23 വയസ്സ് തികയുമ്പോ അദ്ദേഹം അധ്യാപനം തുടങ്ങി. അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൂടുതൽ പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പഠനവും അധ്യാപനവുമായിട്ട് പിന്നെ അദ്ദേഹം മുന്നോട്ട് പോയി. ഷേഖ് സഅദിയുടെ ഏറ്റവും പ്രശസ്തരായ വിദ്യാർത്ഥികളിൽ പെടുന്നു ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല. ഇബ്നു ഉസൈമീൻ ഇദ്ദേഹത്തിന്റെ ശിഷ്യനാണ്. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത വിജ്ഞാനീയങ്ങളിൽ അദ്ദേഹത്തിന് ഫിഖ്ഹ്, ഉസൂലുൽ ഫിഖ്ഹ് ഇതിൽ അദ്ദേഹത്തിന് നല്ല വ്യുൽപ്പത്തിയുണ്ട്. അതുപോലെ തന്നെ തഫ്സീർ ഖുർആൻ വ്യാഖ്യാനത്തിലും അദ്ദേഹത്തിന് നല്ല അവഗാഹമുണ്ട്. അങ്ങനെ അദ്ദേഹം കുറച്ചധികം ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ആ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമാണ് ഇപ്പൊ നമ്മള് ഈ അധ്യായത്തിന്റെ വ്യാഖ്യാനം പരിശോധിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തഫ്സീർ സഅദി. അതിന്റെ പേര് തൈസീറുൽ കരീമിർ റഹ്മാൻ ഈ തഫ്സീരി കലാമിൽ മന്നാൻ. അതുപോലെ തന്നെ അദ്ദേഹത്തിന് മറ്റൊരു ഗ്രന്ഥമുണ്ട് അൽ ഖവാഇദുൽ ഹിസാൻ ലി തഫ്സീരിൽ ഖുർആൻ. പിന്നെ വിശ്വാസകാര്യങ്ങൾ അഖീദ വിശദീകരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് അൽ ഖൗലു സദീദ് ഫി മഖാസിദി തൗഹീദ് എന്ന് പറയുന്ന കൃതിയുണ്ട്. തഫ്സീർ വിഷയത്തിൽ തന്നെ അദ്ദേഹത്തിന് തൈസീറുൽ ലത്തീഫ് അൽ മന്നാൻ ഫി ഖുലാസത്തി തഫ്സീരിൽ ഖുർആൻ വേറൊന്നുണ്ട് ആ പേരില്. ഈ ഗ്രന്ഥങ്ങളൊക്കെ അദ്ദേഹം എഴുതിയത് ഇന്ന് എഴുതപ്പെടുന്നത് പോലെ അതിന്റെ റോയൽറ്റിക്ക് വേണ്ടിയായിരുന്നില്ല. ഇൽമിന്റെ വ്യാപനം മുന്നിൽ കണ്ടുകൊണ്ട് ഇൽമ് പ്രചരിപ്പിക്കുക, ഇൽമ് സമൂഹത്തിൽ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ്. അള്ളാഹുവിലേക്ക് ജനങ്ങളെ വിളിക്കാനും ക്ഷണിക്കാനും വേണ്ടിയാണ്. പുസ്തകം എഴുതി അത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ അത് ആവശ്യക്കാർക്ക് ഫ്രീ ആയിട്ട് വിതരണം ചെയ്യാണ് പതിവ്. അദ്ദേഹത്തെ പിന്നീട് ഖളാ ഏൽപ്പിക്കാൻ വേണ്ടി അവിടുത്തെ ശരിയ കോടതിയിലെ ജഡ്ജായിട്ട് അദ്ദേഹത്തിന് നിയമനം കിട്ടി. പക്ഷെ അദ്ദേഹം അത് ഏറ്റെടുക്കണ്ടായില്ല. അത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇൽമിന് വേണ്ടി മാത്രം ഒഴിഞ്ഞിരിക്കാൻ സാധ്യമാവില്ല എന്ന് കരുതിയാണ് അദ്ദേഹം അത് ഏറ്റെടുക്കാതിരുന്നത്. അതേ സന്ദർഭത്തിൽ ഉനൈസയിലുള്ള അൽ ജാമിഉൽ കബീർ അവിടുത്തെ വലിയ പള്ളിയിലുള്ള ഖുതുബയും അവിടുത്തെ ഇമാമത്തും അദ്ദേഹം ഏറ്റെടുത്തിരുന്നു. അദ്ദേഹവുമായി അടുത്തിടപഴകിയിട്ടുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞത് മുതവാദിഅൻ ലിസ്സഗീരി വൽ കബീർ വൽ ഗനിയ്യി വൽ ഫഖീർ, ചെറിയവരോടും വലിയവരോടും താഴ്മ കാണിക്കുന്ന, ഉള്ളവരോടും ഇല്ലാത്തവരോടും, പൈസക്കാരാണെങ്കിലും ശരി പൈസ ഇല്ലാത്തവരാ സാധുക്കളാണെങ്കിലും ശരി അവരോടെല്ലാം വിനയവും താഴ്മയും കാണിക്കുന്ന സ്വഭാവക്കാരനായിരുന്നു. വളരെ ഉന്നതമായ മര്യാദകൾ, അതുപോലെ തന്നെ ഇഫ്ഫത്ത്, വിശുദ്ധി എല്ലാം അദ്ദേഹം പുലർത്തി പോന്നിരുന്നു. അദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് ഒരു പ്രത്യേകത ഹസ്ം ഉണ്ടാകും, കാര്യങ്ങളിൽ ഒരു ദൃഢനിശ്ചയം ഉണ്ടാകും. വേണമെങ്കിൽ വേണം, വേണ്ടെങ്കിൽ വേണ്ട, അങ്ങനത്തെ ഒരു നേച്ചർ ആയിരുന്നില്ല. കുറച്ച് കണിശക്കാരനായിരുന്നു.
പിന്നെ അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് അറിവ് ശേഖരിച്ചിട്ടുള്ള അറിവെടുത്തിട്ടുള്ള വിദ്യാർത്ഥികളൊക്കെ പറയുന്നത് ഏറ്റവും നല്ലൊരു അധ്യാപകനായിരുന്നു. കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിൽ അതീവ തൽപരനും നല്ല കഴിവുള്ള ആളുമായിരുന്നു. അദ്ദേഹത്തിന്റെ മജ്ലിസുകൾ, അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്ത് പോയാൽ അദ്ദേഹത്തിന്റെ മജ്ലിസിൽ ഇരുന്നാൽ ആ മജ്ലിസിൽ അനാവശ്യമായ ചർച്ചകൾ അല്ലെങ്കിൽ മറ്റു വിഷയങ്ങൾ കടന്നു വരുന്നത് വളരെ അപൂർവമാണ്. വെറും ഇൽമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹത്തിന് ചർച്ച ചെയ്യാനുണ്ടാവുക. അത് ഗൃഹപാഠം ചെയ്യുക, അത്തരം ഇൽമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകൾ നടത്തുക. അതുപോലെ തന്നെ ഏതെങ്കിലും പുതിയ ഗ്രന്ഥങ്ങൾ അത് വായിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഖുർആനിന്റെ ആയത്തുകൾ അദ്ദേഹത്തിന്റെ സദസ്സിലിരിക്കുന്ന ആരെങ്കിലും വായിക്കും. ആ വായിക്കുമ്പോൾ ആ ആയത്തിലുള്ള മആനി, ലത്തീഫ, സൂക്ഷ്മമായ ആശയങ്ങൾ, വ്യാഖ്യാനങ്ങൾ അദ്ദേഹം അപ്പോൾ അത് വിശദീകരിച്ചു കൊടുക്കും. ആ ആയത്തുകളിലുള്ള വിധികൾ എന്താണ്, വിലക്കുകൾ എന്താണ്, അത് ഓരോന്നായിട്ട് അദ്ദേഹം എണ്ണി പറഞ്ഞു കൊടുക്കും. അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയാൽ അത് തുടരട്ടെ, നിർത്താതിരുന്നെങ്കിൽ എന്ന് തോന്നുമായിരുന്നു. അത്ര സ്ഫുടമായ ഭാഷയാണ്. അത് അദ്ദേഹത്തിന്റെ രചനകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അദ്ദേഹം ഉപയോഗിക്കുന്ന പദങ്ങളാണെങ്കിൽ അർത്ഥസമ്പുഷ്ടമായ പദങ്ങളായിരിക്കും. അതുപോലെ തന്നെ അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയാൽ ആ വിഷയത്തിന്റെ നാനാവശങ്ങളും അതിന് ആ കാര്യം സ്ഥിരീകരിക്കാൻ ആവശ്യമായ വൈവിധ്യമാർന്ന തെളിവുകളും അദ്ദേഹം മുന്നോട്ട് വെക്കും. മടുപ്പ് അദ്ദേഹത്തിന്റെ ആ സംസാരം അതൊന്ന് നിർത്തിയെങ്കിൽ അല്ലെങ്കിൽ ദീർഘിച്ചു പോയി എന്ന് ഒരിക്കൽ പോലും തോന്നാറില്ല. മറിച്ച് അതൊരു മധുരമായ അനുഭവമായിട്ടാണ് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്കൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ അടുക്ക സഹവസിക്കാൻ അവസരം കിട്ടിയ ശിഷ്യന്മാര് ഒരിക്കലും പിന്നെ അദ്ദേഹത്തെ പിരിഞ്ഞു പോകാൻ ഇഷ്ടപ്പെടുമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ കൂടെ തന്നെ സഹവസിക്കാനാണ് ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെ സംഭവബഹുളമായ വിജ്ഞാനത്തിന്റെയും അതുപോലെ തന്നെ അധ്യാപനത്തിന്റെയും നിറഞ്ഞ ഒരായുസ്സുമായി 69 വയസ്സിലാണ് 69 വയസ്സ് പൂർത്തിയാക്കിയിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടത്. അദ്ദേഹം മരണപ്പെട്ടിട്ടുള്ളത് 1376 ഹിജ്റ വർഷം അഥവാ 1956 അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ വീഴ്ചകൾ പുറത്തു കൊടുക്കുകയും അദ്ദേഹത്തിന്റെ കർമ്മങ്ങളിൽ ഏറ്റവും നല്ലതേതോ അതിന്റെ നിരക്കിൽ അദ്ദേഹത്തിന് മഹത്തായ പ്രതിഫലം നൽകുകയും ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തെയും നമ്മെയും അള്ളാഹു അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഇതാണ് ഇമാം സഅദിയെ കുറിച്ച് പറയാനുള്ള ഏറ്റവും ചുരുങ്ങിയ വാക്ക്. ഇതില് എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്ന അനുവാചകരോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഒരു കാര്യം അഥവാ നമ്മൾ നേരിട്ടൊരാളിൽ നിന്ന് അറിവ് സ്വീകരിക്കുകയാണ്, അല്ലെങ്കിൽ അയാളിൽ നിന്ന് നേരിട്ടല്ല, ഇപ്പോൾ നമ്മൾ സഅദിയിൽ നിന്ന് റഹിമഹുല്ലാ നേരിട്ടല്ല അറിവ് സ്വീകരിക്കുന്നത്. അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്നാണ്. അത്തരം സന്ദർഭത്തിൽ അവരോട് നമുക്ക് ഹുഖൂഖുകളുണ്ട്, കടമകളുണ്ട്. അവരോട് നമ്മൾ പുലർത്തേണ്ട അദബുകളുണ്ട്. ആ ഹുഖൂഖുകളിൽ പെട്ടതാണ് നമ്മൾ അറിവ് സ്വീകരിക്കുമ്പോൾ ആ വ്യക്തി ആരാണ് എന്നൊന്ന് മനസ്സിലാക്കുക എന്നുള്ളത്. അവരോട് നമ്മൾ പുലർത്തേണ്ട കടമകളിൽ പെട്ടതാണ് അവർക്ക് വേണ്ടിയിട്ട് ലഹറുൽ ഗൈബിൽ ദുആ നടത്തുക എന്നുള്ളത്. ആ ദുആ നടത്തുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എത്ര തവണ ആവർത്തിച്ചാലും വേണ്ടതുപോലെ മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ കർമ്മപദത്തിൽ കൊണ്ടുവരാത്തൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. അപ്പൊ എന്റെ ഈ സംസാരം കേൾക്കുന്ന അനുവാചകരിൽ ഒട്ടുമിക്ക ആളുകളും ഇപ്പോഴും എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് ദുആ ഇരക്കുന്നവരാണ്. മറ്റുള്ളവരോട് തനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഇരക്കുന്ന, ദുആ ചോദിച്ച് പിന്നാലെ നടക്കുന്ന ആൾക്കാരാണ്. അതൊരു സ്റ്റൈലുമാണ്.
അങ്ങനെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് പറഞ്ഞാൽ അയാളുടെ വിശ്വാസത്തിന്റെയും അയാളുടെ ഇസ്ലാമിക ജീവിതത്തിന്റെയും ഒരു തെളിവായിട്ട് അതിനെ കണക്കാക്കും. അയാളുടെ വിനയത്തിന്റെയും അയാളുടെ സത്യസന്ധതയുടെയും ഒരു തെളിവായിട്ട് അത് കാണും. അതുകൊണ്ട് അത് ചോദിക്കുക എന്നുള്ളത് അത് ആ നിൽക്കുവാണ്. പക്ഷെ വളരെ തെറ്റായ നടപടിയാണ്. വളരെ തെറ്റായ നടപടിയാന്ന് പറഞ്ഞാലും അത് അയാളവിടെ പറയട്ടെ, നമ്മൾ ചോദിക്കുന്നുള്ള ഒരു അവസ്ഥയിലാണ് പലരുടെയും മനസ്സുള്ളത്. അങ്ങനെ ദുആ ചോദിക്കുന്നത് ഉചിതമല്ല. വഫീഹി മദമ്മത്തു സുആൽ. അതിലുള്ള ഒരു കാര്യം, ഒന്ന് മറ്റൊരാളോട് നമ്മൾ ഒരു കാര്യം ഇരക്കാൻ പോകുന്ന, യാചിക്കാൻ പോകുന്ന മദമ്മത്തു സുആൽ, ആ യാചനയുടെ ഇരപ്പിന്റെ ഇരപ്പത്തരം അതിലുമുണ്ട്. ദുആ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അതിലുള്ള മറ്റൊരു കാര്യം എന്താന്ന് ചോദിച്ചാൽ, അത് നമ്മുടെ തൗഹീദിന്റെയും തഖ്ദീറിന്റെയും തവക്കുലിന്റെയും പൂർണ്ണതക്ക് ഭംഗം വരുത്തുന്ന കാര്യമാണ്. നമ്മൾ മുവഹിദുകളാണ്. ഏകനായ അള്ളാഹുവിനെ മാത്രമല്ലാതെ മറ്റാരെയും ആരാധിക്കില്ല. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ഏത് വ്യാജ ദൈവമായിരുന്നാലും അവയിൽ അവിശ്വാസം രേഖപ്പെടുത്തുകയും ആ കുഫർ, അവയിലുള്ള അവിശ്വാസം അത് തുറന്നു പറയുകയും ചെയ്യാൻ ബാധ്യതപ്പെട്ടവരാണ്. ആ ഉന്നതമായ തൗഹീദി വിശ്വാസത്തിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ് എനിക്കെന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ എന്റെ മനസ്സ് നേരെ അള്ളാഹിനോട് ചോദിക്കുക. ഇങ്ങനെ മറ്റൊരാളുടെ വഴിയിലൂടെ ചോദിക്കുക എന്നുള്ളത് നമുക്ക് വേണ്ടപ്പെട്ട കാര്യമല്ല. അങ്ങനെ നമുക്കൊരു ദുആ, എനിക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണം എന്ന് പറയണമെങ്കിൽ പറയാവുന്ന ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂലുള്ളാഹി ജീവിച്ചിരിപ്പില്ല, അതുകൊണ്ട് അതിന്റെ വാതിൽ അടഞ്ഞു കഴിഞ്ഞു. അവിടുത്തെ അനുചരന്മാരോട് ആരും അങ്ങനെ ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെടാറുണ്ടായിരുന്നില്ല. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും പോലുള്ള ഖുലഫാക്കളോടോ മറ്റുള്ള മഹാന്മാരായിട്ടുള്ള സ്വഹാബി വര്യന്മാരോടോ വേറുള്ളവർ ദുആ ആവശ്യപ്പെടാറില്ല. അറിവില്ലാത്ത ചിലർ അങ്ങനെ ആവശ്യപ്പെട്ടാൽ അവർ തിരുത്തുമായിരുന്നു. അൽ ഖലീഫത്തുർ റാഷിദ് അസ്സാനി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തോട് ഒരാൾ ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ഒരു കത്തയച്ചു. അദ്ദേഹം അതിന് മറുപടി അയച്ചത് ലസ്തു ബിനബിയ്യിൻ, എന്നോട് ദുആ ചെയ്യണം, നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് ആവശ്യപ്പെടാൻ ഞാനൊരു നബിയല്ല. അതുകൊണ്ട് അങ്ങനെ ആവശ്യപ്പെടുകയാണെങ്കിൽ അതിന് വകുപ്പുള്ളത് നബിയോടാണ്. നബിയിൽ താഴ്ന്ന മറ്റാരോടും അങ്ങനെ ദുആ ചോദിക്കരുത്. അത് തെറ്റുമാണ്. അത് തൗഹീദിന്റെ തഖ്ദീറിന്റെ തവക്കുലിന്റെ പൂർണ്ണതക്ക് ഭംഗം വരുത്തുന്ന കാര്യമാണ്. അത് ഭംഗം വരുത്തുമെന്ന് മാത്രമല്ല, 70,000 ആളുകൾ യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബിൻ വലാ അദാബ്, കാര്യമായ ഹിസാബോ അല്ലെങ്കിൽ ശിക്ഷയോ ഇല്ലാതെ നേരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന, സ്വർഗത്തിലേക്ക് പ്രവേശനം അനുവദിക്കുന്ന 70,000 ആളുകൾ ഈ ഉമ്മത്തിലുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ 70,000-ത്തിന്റെ സ്വഭാവം വിശദീകരിക്കുന്നിടത്ത്, ഗുണം വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞത് ലാ യസ്തർഖൂൻ, അവര് ദുആ ചെയ്യാൻ ആവശ്യപ്പെടാത്തവരാണ്. വറുഖിയത്തു ദുആഉൻ, റുഖിയ എന്ന് പറയുമ്പോൾ അത് വേറെന്തൊരു സംഗതിയായിട്ട് തെറ്റിദ്ധരിക്കേണ്ട, അത് ദുആണ്. ആ ദുആയുടെ ഉള്ളടക്കം, അള്ളാഹിനോട് ദുആ ചെയ്യുന്നു, ഉള്ളടക്കം ഇദ്ദേഹത്തിന് ആഫിയത്ത് കൊടുക്കണേ, ആ രോഗം മാറ്റി കൊടുക്കണേ, ശിഫ നൽകണേ, ആഫിയത്ത് കൊടുക്കണേ എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് എന്റെ ഈ രോഗം മാറ്റിത്തരാൻ വേണ്ടിയിട്ട് നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്യണം. അതിനുവേണ്ടി ആയത്ത് ഓതിയിട്ടോ അല്ലെങ്കിൽ ഹദീസിൽ വന്നിട്ടുള്ള ദുആകൾ ചൊല്ലിയിട്ടോ എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ റുഖിയ ചെയ്തു തരൂ, എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്തു തരൂ എന്ന് പറയാത്തവരാണവർ.
അങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ നേരെ അള്ളാഹുവിനോട് പറയാ, മറ്റൊരാളെ കൂട്ടുപിടിക്കാൻ പോകരുത്. അതൊക്കെ നമ്മുടെ മനസ്സിനെ മറ്റുള്ളവരിലേക്ക് ചിതറിക്കുന്നത് നല്ലതല്ല. അത് തൗഹീദിന്റെ പൂർണ്ണതക്ക് മോശം വരുത്തുന്ന കാര്യമാണ്. അത് തവക്കുലിന്റെ കുറവാണ്. അത് അള്ളാഹുവിന്റെ ഖളാ ഖദറിന്റെ സൂക്ഷ്മമായ വശങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയും വിശ്വാസമില്ലായ്മയുമാണ്. പക്ഷേ നമുക്ക് വേറൊരു കാര്യമുണ്ട്. ഈ കാര്യം നമ്മൾ അറിയുന്നതോടൊപ്പം തന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. നമുക്ക് ഒരു കാര്യം കിട്ടണം എങ്കിൽ അള്ളാഹിനോട് നമുക്ക് ചോദിക്കുന്ന ചോദ്യത്തിൽ, അള്ളാഹിനോട് യാചിക്കുന്ന യാചനയുടെ ഒരു കൂടുതൽ ഫലവത്തായ ഒരു രീതി നിങ്ങളോട് ഞാൻ പറഞ്ഞു തരികയാണ്. അതെന്താന്ന് ചോദിച്ചാൽ, എനിക്കൊരു ഖൈറ് കിട്ടണം എന്ന് ഞാൻ വിചാരിച്ചാൽ ആ ഖൈറ് എന്റെ ഒരു സഹോദരന് വിശ്വാസത്തിലും അതുപോലെ തന്നെ അഖീദയിലും മൻഹജിലും ദീനിലും നമ്മളേറെ സ്നേഹിക്കുന്ന, നമ്മളോട് ഒത്തുപോകുന്ന നല്ലവരായ സഹോദരന്മാർ, അവരിൽപ്പെട്ട ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ ആളുകൾ, അവരിൽപ്പെട്ട ഒരാൾക്ക് അയാളുടെ സാന്നിധ്യത്തിലല്ലാതെ ലഹ്റുൽ ഗൈബ്, അയാളുടെ അസാന്നിധ്യത്തിൽ ഒരു കാര്യം അള്ളാഹുവേ നീ കൊടുക്കണേ എന്ന് അയാൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഒരു മുസ്ലിമായ ഒരു സഹോദരന് വേണ്ടി ദുആ ചെയ്യാം. അങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അയാൾക്ക് കൊടുക്കണമെന്ന് നമ്മൾ പറയുമ്പോ മലക്ക് നമ്മുടെ ആ ദുആക്ക് ആമീൻ പറയും. അള്ളാഹുവേ ഇദ്ദേഹത്തിന്റെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ. അവിടെ മറ്റൊരാളെ നമ്മൾ കൂട്ടുപിടിക്കുന്നില്ല, പക്ഷെ അതേ സന്ദർഭത്തിൽ മറ്റൊരാൾ നമ്മളോടൊപ്പം കൂട്ടിന് ചേരുന്നു. അത് ചേരുന്ന ആള് മോശക്കാരനല്ല, മലക്കാണ്. ഒന്ന്. രണ്ടാമത്തേത് വലക ബിമിസ്ൽ, നീ നിന്റെ സഹോദരന് വേണ്ടി എന്തൊരു ഖൈറാണോ ചോദിച്ചത്, തത്തുല്യമായ ഖൈറ് നിനക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് ആ മലക്ക് നമുക്ക് പറയും, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ മറ്റു രൂപത്തിൽ മറ്റുള്ളവരുടെ ദുആകൾ നമുക്ക് കിട്ടാനുള്ള വഴികളുണ്ട്. അത് ഉന്നതന്മാരായ മലക്കുകളുടെയും മറ്റതൊക്കെ നമുക്ക് കിട്ടാനുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതാവിനോട് അദ്ദേഹത്തിന് വലിയ സ്നേഹമായിരുന്നു, അറിയപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ മാതാവിന് വേണ്ടി നമ്മൾ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ അബൂ ഹുറൈറന്റെ ദുആ നമുക്ക് കിട്ടും. അദ്ദേഹം അത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ളതാണ്. അതൊന്നും അല്ലാതെ വഴി കണ്ട ആൾക്കാരോട് അവരോടൊക്കെ ദ്വാർക്കണട്ടോ എന്ന് പറയുന്നത് തെറ്റായൊരു നടപടിയാണ്. ഇതൊരു തെറ്റായതുകൊണ്ടാണ് ഇത് നമുക്ക് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് പിഴുതെറിയാൻ കഴിയാത്തത്. സത്യം ചെരുപ്പ് ധരിക്കുമ്പോഴേക്കും അസത്യം 1.5 തവണ രോഗം കറങ്ങി ഇവിടെ വന്നിരിക്കുന്നുണ്ടാവും. ശരിയല്ലാത്ത കാര്യത്തിന് അത്രയും വലിയ വ്യാപനം, അത്രയും വലിയ പ്രചാരം എത്രയും പെട്ടെന്ന് കിട്ടും. സത്യം അങ്ങനെ പ്രചരിക്കൂല, അതിന് കുറച്ച് സമയമെടുക്കും. സത്യം മനസ്സിൽ ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ കൃത്യമായി പരിപാലിക്കുകയും അമല് ചെയ്താലും മനസ്സിൽ നിൽക്കും. ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് ഓടിക്കളയും. അസത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു സൂപ്പർ ഗ്ലൂവിന്റെ അപ്പുറമുള്ള, ഫെവിക്കോളും സൂപ്പർ ഗ്ലൂവിന്റെ അപ്പുറമുള്ള ഒരു സാധനം. അത് വന്നാൽ അത് ഒട്ടിപ്പിടിക്കും, അത് വേർപ്പെടൂല. അതുകൊണ്ട് അത് വേർപ്പെടാതെ കിടക്കുന്നത്. ഇതൊക്കെ പറഞ്ഞാലും പിന്നെ സംശയം ബാക്കി ഉണ്ടാവും. എന്നിട്ടും ചോദിക്കും. എന്നിട്ട് ചോദിച്ച് ക്ലിയറായി സമ്മതിച്ചു പോയാലും പിന്നെ മറ്റവന്റെ കൈ 2 കൈയും കൂട്ടിപ്പിടിച്ചിട്ട് ദ്വാ ചെയ്യാനട്ടോ, ദ്വാരക്കണട്ടോ. പ്രത്യേകിച്ച് ഹജ്ജിന്റെ ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് ഇത് വളരെയധികം കേൾക്കാറുണ്ട്. മറിച്ച് നമുക്കിതൊക്കെ കിട്ടാനുള്ള ഷെയ്ഖ് സഅദിക്ക് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് നമ്മൾ ഇൽമു സ്വീകരിക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യുന്നു. റഹിമഹുല്ലാഹു വഗഫറ ലഹു വഅസ്കനഹു ഫസീഹ ജന്നാതിഹി اللهم تجاوز عن سيئاته وتقبل حسناته
ഇങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അദ്ദേഹത്തോടുള്ള അദബ്, മര്യാദ അത് കാണിച്ചവരായി. നമുക്ക് അദ്ദേഹത്തിന്റെ അറിവിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തോട് നമുക്കുള്ള കടമ അത് നിറവേറ്റിയവരായി. നമ്മളെ ദുആ ചെയ്യുമ്പോൾ ആ വാക്ക് നമ്മുടെ നാവിൽ നിന്ന് വരുന്നത് പരമാർത്ഥം. മലക്ക് പറയുന്നു ആമീൻ. അള്ളാഹുവേ, അവൻ ചോദിച്ചിട്ടുള്ളത് നീ സ്വീകരിക്കണ റബ്ബേ. വലക്കബിമിസിൻ, ആ മലക്ക് നമുക്ക് വേണ്ടി പറയുന്നു, അള്ളാഹിനോട് പറയുന്നു, നിനക്കും നീ എന്താണോ ഷെയ്ഖ് സഅദി റഹ്മഹുല്ലാഹു തആലാക്ക് വേണ്ടി ദുആ ചെയ്തത് തത്തുല്യമായത് നിനക്കും ഉണ്ടാകട്ടെ എന്നൊരു മലക്ക് ഇങ്ങോട്ട് പ്രാർത്ഥിക്കണം. ഇങ്ങനെയുള്ള വഴികൾ നമ്മുടെ മുന്നിൽ തുറന്നു കിടക്കുമ്പോൾ അതിക്ക് പോകാതെ വഴിയെ കണ്ട എല്ലാ ആപ്പകൂപ്പകളോടും എനിക്കും വേണ്ടി ദുആ ചെയ്യണേ എന്ന് പറയാൻ നടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ മോശമല്ലേ? എങ്ങനെയാണ് ഇതിന് പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയില്ല. ഏതായിരുന്നാലും ശരി, നമ്മൾ ഈ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എന്നിട്ട് അടുത്ത ക്ലാസ്സോട് കൂടി അത് നമുക്ക് പൂർണ്ണ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് പോകാം. ഈ അധ്യായം തുടങ്ങുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള ബസ്മല അത് കാണും. ബസ്മലയോട് കൂടിയിട്ടുള്ള അധ്യായമാണിത്. 113 അധ്യായങ്ങൾക്കും ബസ്മല ഉണ്ട്. ഒരധ്യായത്തിലെയും എണ്ണുന്ന വചനമല്ല, സൂക്തമല്ല, അത് സൂറത്തുൽ ഫാത്തിഹ ഒഴിച്ച്. ബസ്മല ഇല്ലാത്ത അധ്യായം സൂറത്തു തൗബ മാത്രമാണ്. 50-ാമത്തെ സൂക്തമായിട്ടുള്ള സൂറത്തു ഖാഫ് അത് തുടങ്ങുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന സൂക്തത്തോടു കൂടിയാണ്. പക്ഷെ അത് ഈ അധ്യായത്തിലെ ഒരു സൂക്തമായി പരിഗണിക്കൂല. മറിച്ച് അതിന് തൊട്ടു മുമ്പുള്ള 49-ാമത്തെ അധ്യായം അവസാനിച്ചു, പുതിയൊരു അധ്യായം തുടങ്ങുകയാണ് എന്നതിന് അതിനുള്ളൊരു അറിയിപ്പാണ്. അല്ലാതെ ഇതിനൊരു അധ്യായമായി കൂട്ടൂല. ബസ്മലയുടെ അർത്ഥവും അതിന്റെ വ്യാഖ്യാനവും ഒക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. അതുകൊണ്ട് നമ്മൾ ആവർത്തിക്കുന്നില്ല. ഈ അധ്യായം സൂറ മക്കിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന് മുമ്പ്, മക്ക കാലഘട്ടം എന്ന് നമ്മൾ പറയുന്ന ആ കാലയളവിൽ അവതരിച്ചിട്ടുള്ള അധ്യായങ്ങളിലാണ് ഇത് ഉൾപ്പെടുന്നത്. ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം ഖാഫ് എന്ന് പറയുന്ന ഒരു മിനൽ മുഖത്തആത്ത്, അത് ഒന്ന് ശ്രദ്ധിക്കണം. ഖാഫ് മിനൽ മുഖത്തആത്ത് എന്നാണ് പറയുന്നത്. എന്താ മുഖത്തആത്ത്? ഒരു വാക്കുണ്ടാകുന്നത് വ്യത്യസ്തങ്ങളായ അക്ഷരങ്ങൾ ഒരു പ്രത്യേക ക്രമത്തിൽ കൂടി ചേർന്നിട്ടാണ്. ഇപ്പൊ വാക്ക് എന്നതിന് കലിമത്തുൻ എന്ന് പറയും. അതിന് കാഫ്, അതിനുശേഷം ലാമ്, അതിനുശേഷം മീമ്, പിന്നെ അഫ്രാദിനെ സൂചിപ്പിക്കാൻ വേണ്ടി അതിൽ മർബൂത്തായ താ. ഇത്രയും അക്ഷരങ്ങൾ കൂടി ചേരുമ്പോഴാണ് കലിമത്തുൻ ഉണ്ടാകുന്നത്. അത് അവിഛിന്നമായ ഒരു സംഘാതമാണ്. ഒരക്ഷരത്തെ അതിൽ നിന്ന് വേർപ്പെടുത്തിയാൽ അതിന്റെ ആശയം കിട്ടൂല, ഉദ്ദേശിച്ച അർത്ഥമല്ല പിന്നെ അതിന് വരിക. അതിലൊരു അക്ഷരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ അർത്ഥം കിട്ടൂല. അതുകൊണ്ട് തന്നെ അതിനെ അവിഛിന്നമായി നിലനിർത്തണം, ചിതറാതെ അതേ ക്രമത്തിൽ തന്നെ നിലനിർത്തണം. അപ്പോഴേ ആ വാക്കിന് ആ അർത്ഥം വരുള്ളൂ. അത് തന്നെ കാഫ് ലാം മീം ത എന്ന് വായിക്കാൻ പറ്റൂല. ക ലി മ തുൻ, അതിന്റെ വോവൽസ് അങ്ങനെ ഫിക്സ് ചെയ്യണം, അപ്പോഴേ അർത്ഥം കിട്ടുള്ളൂ. എന്നാൽ വേറെ ചിലതുണ്ട്, വിഛിന്നമായിട്ടുള്ള അക്ഷരങ്ങൾ ഒന്ന് മറ്റൊന്നുമായിട്ട് അതിന് കൂട്ടിഘടിപ്പിച്ചിട്ടില്ല, അടുത്ത് വെച്ചിട്ടേ ഉള്ളൂ. അലിഫ് ലാം മീം, അവിടെ അലമുന്നോ അലിമാന്നോ അങ്ങനെയൊന്നും വായിക്കാൻ പറ്റൂല. അലിഫ് അലിഫ് എന്ന് ഉച്ചരിക്കണം, ലാമ് ലാമ് എന്ന് ഉച്ചരിക്കണം, മീമ് മീമ് എന്ന് ഉച്ചരിക്കണം. അതുകൊണ്ട് അവ വിഛിന്നമായ അക്ഷരങ്ങളാണ്, മുഖത്തആത്തുകളാണ്.
അങ്ങനെയുള്ള മുഖത്വആത്തുകൾ ഖുർആനിലുണ്ട്. കുറെ അധ്യായങ്ങൾ ആരംഭിക്കുന്നത് ഇത്തരത്തിലുള്ള മുഖത്വആത്ത്, മീം, ഖാഫ്, ത്വാ, ഐന് നീട്ടാനുള്ള അലിഫ്, പിന്നെ താ, ഇത്തരം മുഖത്വആത്തുകൾ കൊണ്ടാണ് കുറെ അധ്യായങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. അവയെ സംബന്ധിച്ച് ഇത്തരം മുഖത്വആത്തുകളെ കുറിച്ചിട്ട് പല വ്യാഖ്യാനങ്ങളും വരും. പക്ഷെ അതിലൊന്നു പോലും ഇന്നതാണ് എന്ന് തീർച്ചപ്പെടുത്താവുന്ന തരത്തിൽ, അതൊരു സൂചനയായിട്ട് എടുക്കാമെന്നല്ലാണ്ട് അതാണെന്ന് തീർച്ചപ്പെടുത്താൻ പറ്റുന്ന തരത്തിലുള്ള ആധാറുകൾ അല്ലെങ്കിൽ രേഖകൾ ലഭ്യമല്ല. അതിന്റെ മഴനയില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ അതിന്റെ മഴന നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല. എന്താണ് അത്തരം മുഖത്വആത്തുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് സന്ദർഭത്തിൽ നിന്നും അതുപോലെ തന്നെ മറ്റു സൂചനകളിൽ നിന്നും പലരും പലതും മനസ്സിലാക്കുകയും അതവർ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അവരുടെ അക്വാലുകൾ എന്നതിനപ്പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പറഞ്ഞിട്ടുള്ള ഒരു വ്യാഖ്യാനമല്ല. അതുകൊണ്ട് അങ്ങനെ ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഇവിടെ ഖാഫിനെ സംബന്ധിച്ചിടത്തോളം പറയാ, ഇബ്നു അബ്ബാസ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വ്യാഖ്യാനം പറയും, ഈ ഖാഫ് ഖസമിന്റെ ഖാഫാണ്. ആ ഖാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖസം, ഖസമുൻ എന്ന് പറഞ്ഞാൽ സത്യം ചെയ്യാതെ. അതൊന്നും അല്ല. ആവാതിരിക്കാം, നമുക്കറിയില്ല. അല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ആണെന്ന് തീർത്തു പറയാൻ അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അങ്ങനെ കൃത്യമായൊരു അറിയിപ്പില്ല. ഇത് ഒറ്റയായി വേർതിരിഞ്ഞു നിൽക്കുന്ന അക്ഷരങ്ങളിൽപ്പെട്ട ഒരു അക്ഷരമാണ്. അതിന് മഴനയുണ്ട്. അല്ലാഹു ആലം. അള്ളാഹ് നമുക്കത് അറിയിച്ചു തന്നിട്ടില്ല. അത് സൂക്ഷ്മമായി അറിയുന്നത് അല്ലാഹു ആണ്. ഇങ്ങനെ മുഖത്വആത്തുകളിൽ ഒരക്ഷരം കൊണ്ട് തുടങ്ങുന്നതുണ്ട്, രണ്ടക്ഷരം കൊണ്ട് തുടങ്ങുന്നതുണ്ട്, രണ്ടിലധികം അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്നതുണ്ട്. ഇപ്പൊ ഖാഫ്, നൂൻ പോലെയുള്ളത് ഒറ്റ അക്ഷരാണ്. ഹാമീം പോലെയുള്ളത് രണ്ടക്ഷരാണ്. അലിഫ് ലാം മീം പോലെയുള്ളത് മൂന്നക്ഷരമാണ്. ഇനി മൂന്നക്ഷരത്തിലും കൂടുതലുള്ളതുണ്ട്. കാഫ്, ഹായ, ഐൻ, സ്വാദ് പോലുള്ളതുണ്ട്. അവയെക്കുറിച്ച് നമ്മൾ ധരിക്കേണ്ടത് ഇവ മുഖത്വആത്തുകളാണ്. അവ വഹിക്കുന്ന പ്രത്യേകമായ സവിശേഷമായ മഅനകളുണ്ട്. പക്ഷെ അവയുടെ മഅന ഇന്നതാണെന്ന് നിജപ്പെടുത്തി നമുക്ക് വഹയിലൂടെ ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല. ഈ നമ്മൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിലുള്ള, നമ്മൾ എന്ന് പറയുന്ന ഈ മഹാവിസ്മയമായ നമ്മുടെ ഈ അസ്തിത്വത്തിലുള്ള, അതുപോലെ തന്നെ അള്ളാഹു നമുക്ക് ഇറക്കി തന്നിട്ടുള്ള അവന്റെ ഇൽമാണല്ലോ ഖുർആൻ. ആ ഖുർആനിലുള്ള, ആ ദീനിലുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് കിട്ടണം, അറിയണം എന്ന് ശഠിക്കണ്ട. അതിന് മാത്രം നമുക്ക് അള്ളാഹ് ബുദ്ധി തന്നിട്ടില്ല. ചിലത് ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ മറച്ചു വെച്ചിട്ടുണ്ട്. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. നിങ്ങൾക്ക് അറിവില്ലെന്ന് വളരെ തുച്ഛം, വളരെ കുറച്ചു മാത്രമല്ലാതെ നൽകപ്പെട്ടിട്ടില്ല. കുറച്ചു മാത്രമേ നിങ്ങൾക്ക് അറിവിൽ നിന്ന് നൽകപ്പെട്ടിട്ടുള്ളൂ. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ. അല്ലാഹു നമുക്ക് നൽകുന്നത് അവൻ ഉദ്ദേശിക്കുന്ന ചെറിയൊരു ഇൽമ്, അതല്ലാതെ വേറൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഇത് ഖുർആൻ, അതിന്റെ ആ പുതുമയും അതിന്റെ ആഴം നമ്മൾ അളന്നാൽ കിട്ടുന്നതല്ല. നമുക്കതിന്റെ അർത്ഥങ്ങളുടെ, ആശയങ്ങളുടെ ചില അടരുകൾ അത് ഖുർആനിൽ നിന്ന് തന്നെ, റസൂലുള്ളാഹിന്റെ വചനങ്ങളിൽ നിന്ന് തന്നെ, അതിന് കിട്ടിയിട്ടുള്ള വ്യാഖ്യാനങ്ങളിൽ നിന്ന് കുറച്ച് മനസ്സിലാക്കാൻ കഴിയും. അതോടുകൂടി അത് തീർന്നു എന്നല്ല, അതിന് പിന്നെയും ആഴങ്ങളുണ്ട്. അതിന് അടരുകൾക്ക് മീത് അടരുകളായി, അട്ടിപ്പേറായി ആശയങ്ങൾ അടുക്കി വെച്ചിരിക്കുകയാണ്. ഇതിൽ നമുക്ക് അതിന്റെ അത്ഭുതം തീരാത്ത വിധം ആ കാര്യം അങ്ങനെ മറഞ്ഞു തന്നെ കിടക്കുന്നു. അത്രേ നിവൃത്തിയുണ്ട്. ഖാഫ് ഖസമിനാണ് എന്ന് പറയുന്ന ഒരു ഖൗലുണ്ട്. പക്ഷെ ഖസമിന് തന്നെയാണ് എന്ന് ഉറപ്പിക്കാൻ നമ്മുടെ മുന്നിൽ ആധികാരിക രേഖകളില്ല. മറിച്ച് അതിനെ കുറിച്ച് പറയാൻ നമുക്ക് പറ്റുന്നത് മിനൽ മുഖത്തആത്ത്, വിച്ഛിന്നമായ അക്ഷരങ്ങളാണ്. അതിൽ ഒരക്ഷരമാണത്. അവ ചില ആശയങ്ങളെ വഹിക്കുന്നുണ്ട്.
പക്ഷെ അതെന്തെന്നത് നമുക്ക് രേഖപ്രകാരം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് അല്ലാഹു അഅലം. ആ അക്ഷരം നമ്മൾ ഉച്ചരിക്കുമ്പോൾ അത് ഖുർആനിലെ ഒരു അക്ഷരമെന്ന നിലക്ക് നമ്മൾ അത് ഉച്ചരിക്കുമ്പോൾ അതിന് നമുക്ക് പ്രതിഫലം രേഖപ്പെടുത്തപ്പെടും. ഇമാം തിർമിദി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ നിങ്ങളത് പാരായണം ചെയ്യുമ്പോൾ നിങ്ങൾക്കതിന് 10 ഇരട്ടി പ്രതിഫലം കിട്ടും. ഓരോ അക്ഷരത്തിനുമാണ് നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്നത്. ക്യാരക്ടേഴ്സിനാണ് പ്രതിഫലം കണക്കാക്കുന്നത്. അതുകൊണ്ട് അലിഫ് ലാം മീം എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനെ ഒരക്ഷരമായി ഒരു ക്യാരക്ടറായിട്ട് കാണണ്ട. അലിഫുൻ ഹർഫ് വലാമുൻ ഹർഫ് വമീമുൻ ഹർഫ്. അലിഫ് ഒരക്ഷരം, ലാമു മറ്റൊരക്ഷരം, മീം വേറെ ഒരക്ഷരം. ഓരോ അക്ഷരവും ബിഅശ്രി അംസാലിഹ 10 ഇരട്ടിയായിട്ടാണ് നമുക്ക് പ്രതിഫലം നൽകുക. അപ്പോ ഇഅ്ജാസ് അതിനുണ്ട്. അതിന്മേൽ, അതിന്റെ പാരായണത്തിന്മേൽ, അത് മനഃപ്പാടമാക്കുന്നതിൽ, അത് സംരക്ഷിക്കുന്നതിൽ അതിന് പ്രതിഫലമുണ്ട്. അത് 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ നമുക്ക് പ്രതിഫലം കിട്ടാവുന്ന കാര്യമാണ്. ഇഅ്ജാസ് ഉള്ളതാണ്, അത് മഅനയുള്ളതാണ്, അതിന്മേൽ പ്രതിഫലമുള്ളതാണ്. അത് പാരായണം ചെയ്താൽ, മനഃപ്പാടമാക്കിയാൽ, അത് സൂക്ഷിച്ചാൽ, പരിപാലിച്ചാൽ അതിനെല്ലാം അള്ളാഹു നമുക്ക് പ്രതിഫലം കണക്കാക്കിയിട്ടുള്ളതാണ്. പക്ഷെ അതിന്റെ മഅന ഇന്നത് തന്നെയാണെന്ന് കൃത്യം നിർണയിച്ചിട്ടുള്ള രേഖകൾ നമുക്ക് ലഭ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ഖസം തന്നെയാണ് പറയുന്നത്. വൽ ഖുർആനിൽ ഖാഫ് വൽ ഖുർആനിൽ മജീദ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ആ ഖസം ഖുർആൻ മജീദ് എന്നതിനെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിൽ നമുക്ക് തുടരാം. തഫ്സീർ എല്ലാവരും അതിന്റെ PDF ഈ ഗ്രൂപ്പിൽ ഇടുക. ആ കാര്യങ്ങൾ നോക്കുക. കുറച്ചുകൂടെ അടുത്ത ക്ലാസ് മുതൽ കുറച്ചുകൂടി ഒരു ഇന്ററാക്റ്റീവ് ആയിട്ട് പോണം. മോണോട്ടണസ് ആയി ഞാൻ മാത്രം സംസാരിച്ചാൽ പഠനം അത്ര സുഖകരല്ല. കുറച്ചൊന്ന് അപ്പൊ അതിന് ഇതില് ചോദിക്കാനും പറയാനും, എനിക്ക് അങ്ങോട്ട് ചോദിക്കാനും ഞാൻ ചോദിക്കണേന് ഇങ്ങോട്ട് പറയാനും പറ്റാവുന്ന കുറച്ച് ആളുകളെങ്കിലും ഉണ്ടാവണം. അപ്പോഴാണ് അതൊരു പഠന രൂപത്തിൽ വരിക. നമ്മളത് പലതും എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിമ്പറിൽ ഖുത്ബ പറയണ മാതിരി അങ്ങ് പറഞ്ഞു പോവുകയാണ്. റസൂലുള്ള മിമ്പറിൽ വെച്ച് ഖുത്ബ പറയുമ്പോൾ പോലും അവര് സംശയങ്ങൾ ചോദിച്ചു. ഇന്ന് അങ്ങനെ എന്തെങ്കിലും ചോദിക്കുന്നത് തെറ്റായ അല്ലെങ്കിൽ ഒരു മര്യാദകേടായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുദാറസകളാണ്, മുനാഖശകളാണ്. അത് നിർത്തി പറഞ്ഞു മനസ്സിലായോ എന്ന് ചോദിച്ചു, ഇങ്ങോട്ട് പറയിപ്പിച്ചു. അതിലെ കാര്യങ്ങൾ അവ്യക്തമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു. അറിയെങ്കിൽ അറിയും, അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയുന്നത് ഒരു കുറവല്ല, അതൊരു വലിയ മേന്മയാണ്. അപ്പോ ആ ഒരു രൂപത്തിലേക്ക് നമ്മളെ ക്ലാസ്സിനെ ട്രാൻസ്ഫോം ചെയ്യണം എന്നും കൂടി എനിക്ക് തോന്നുന്നുണ്ട്. ആ രൂപത്തിലേക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് മുതൽ നമുക്ക് തുടരാവുന്നതാണ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.